സ്പൈസി ടൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ഒരു ബിരിയാണിയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനുള്ള ചേരുവകൾ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്, എല്ലാവരും നോക്കൂ. നമുക്കൊരു പാത്രത്തിൽ വെള്ളം വയ്ക്കാം. ഇവിടെ കയമ അരിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 1 കിലോ കയമ അരിയാണ്. നന്നായി തിളയ്ക്കാനായി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഇളക്കുക. കഴുകി വെച്ച അരി വെള്ളത്തിലേക്ക് ഇടുന്നു. ഇതിലേക്കുള്ള ഒരു വലിയൊരു ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ക്യാരറ്റ് അതിടുമ്പോൾ ചോറിനൊക്കെ ഒരു ഭംഗി ഉണ്ടാകും. അതിന് വേണ്ടിയിട്ടാണ് ചെറുതായി അരിഞ്ഞ് ക്യാരറ്റും കൂടി ഈ വെള്ളത്തിലേക്ക് നമുക്ക് ചേർക്കാം. അടച്ച് വയ്ക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, അല്പം ഗരം മസാല, മൂന്ന് ടേബിൾ സ്പൂൺ ബിരിയാണി മസാല, മുളക് പൊടി 1 ടീസ്പൂൺ. ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ള ബിരിയാണി മസാല ആണ്. വലിയ ഉള്ളി, സവാള അരിയുന്നു. 5 സവാളയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 2 വലിയ തക്കാളി, മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞത് ചതയ്ക്കാനുള്ളതാണ്, മിക്സിയിലൊന്ന് കറക്കിയെടുക്കാനുള്ള. പച്ചമുളക് 5 പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് മിക്സിയിൽ ജാറിലേക്ക് ഒന്ന് അരിഞ്ഞിടാം. 2 വലിയ ഇഞ്ചി കഷ്ണം, ഒരു 10-15 വെളുത്തുള്ളി. വെളുത്തുള്ളി നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ഇടാട്ടോ. മല്ലിയിലയും ചതയ്ക്കുക. ഒരു വലിയ പാത്രത്തിൽ ഓയിൽ ഒഴിക്കുക, കുക്കിംഗ് ഓയിൽ ഒഴിക്കാൻ. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. ഇത് വഴന്ന് വരാനുള്ള അത്രയും ഒഴിക്കണം. അതിനാവശ്യത്തിനുള്ള ഉപ്പ്,
പിന്നെ അതിൻ്റെ കൂടെ കുറച്ചുകൂടി നെയ്യും കൂടി ചേർക്കണം. അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചത് ചേർക്കുന്നു. തക്കാളിയും ചേർക്കുക. നന്നായി ഇളക്കുക. അതിൻ്റെ ഒരു പച്ചമണം പോകുന്ന വരെ ഇളക്കണം. നന്നായി വഴന്ന് വരട്ടെ. ഇതിനാവശ്യമുള്ള ബിരിയാണി മസാല 1 ടേബിൾ സ്പൂൺ, ബിരിയാണി മസാലയും 1 ടീസ്പൂൺ, മല്ലിപ്പൊടിയും ഞാനിതിൽ ചേർക്കുന്നുണ്ട്. വെച്ചിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും അല്പം കറിവേപ്പിലയും, ചിലർ കറിവേപ്പില ചേർക്കില്ല, ഞാൻ കറിവേപ്പില ചേർത്തിട്ടുണ്ട്. നല്ലൊരു വാസനയൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ, ഹൈ ഫ്ലെയിമിൽ ഇടണ്ട, കരിഞ്ഞു പോകും. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഇതിന് മുകളിൽ വയ്ക്കാനായിട്ടൊരു വാഴയില വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. വാഴയില ആകുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇലക്കിഴി ബിരിയാണിയൊക്കെ ഇല്ലേ, അതുപോലെ നല്ലൊരു ടേസ്റ്റ് കിട്ടും ഈ വാഴയില ഇടുമ്പോൾ. ചിലർ തുണിയാണ് വിരിക്കുക. ഞാനിവിടെ ഒരു നല്ലൊരു വാഴയിലയാണ് വാട്ടി അതിന് മുകളിൽ വയ്ക്കാൻ. നമ്മൾ കൈമ അരി വേവിച്ച് ഒരു 3/4 ഭാഗത്തോളം വേവായിട്ടുണ്ട്. അരി ഊറ്റി ഇതിന് മുകളിൽ നിരത്തിയിടണം. കുറച്ച് നെയ്യ്, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നെയ്യ് ചേർക്കാം, വേണ്ടാത്തവർ ചേർക്കണ്ട. ഞാനും കൂടെ ചേർത്തിട്ടുണ്ട്. കുറച്ച് ബിരിയാണി മസാലയും കൂടി ഇടയ്ക്ക് വിതറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് സമയം ഇത് വേവാനുള്ള സമയം കൊടുക്കാം. ഈ സമയം ഒരു പാത്രത്തിൽ വറുത്തിടാനുള്ള സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്ക് വറുത്തെടുക്കണം.
പാകത്തിനുള്ള വേവായിട്ടുണ്ട് ബിരിയാണി. പരിപ്പ് മുന്തിരിയും സവാള അരിഞ്ഞതും ചേർത്തു. നല്ല മസാലയൊക്കെ പുരണ്ടിരിക്കുന്നു. ഇങ്ങനെ വലിയ കഷ്ണങ്ങളാവണേലും നല്ലത് ഈ ഒരിടത്തരം കഷ്ണങ്ങളാവുമ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഇത്. അപ്പോൾ അതിലേക്കൊക്കെ നന്നായി പിടിക്കുകയും ചെയ്യും. ഈ മസാലയും ഉപ്പും ഒക്കെ നന്നായി പിടിക്കും. നല്ല ടേസ്റ്റാണ്. മക്കൾക്കൊക്കെ വലിയ ഇഷ്ടമാണ് ഇവിടെ. ഈ ചിക്കൻ ബിരിയാണി എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. വളരെ എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കാൻ.